ഞാനും ഉമ്മയും കൂടെ തലേ ദിവസം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് പുട്ടും ചെമ്മീൻ മുളകിട്ടതും തിന്നാൻ ഭയങ്കര കൊതിയായിട്ട് ചെമ്മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ സ്ഥലത്ത് പോയിട്ട് കിട്ടിയില്ലെന്നേ. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വാപ്പി തലേ ദിവസം കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല കേട്ടോ. ഉമ്മ എന്നോട് പറഞ്ഞതും ഇല്ല. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നും പറഞ്ഞ ആളുണ്ടാക്കി വെച്ചതാണ്. എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ ഞാൻ ആ ഒരു സന്തോഷത്തിൽ വേഗം പോയി കൈയൊക്കെ കഴുകി ചൂടോടെ കഴിക്കാമെന്നും പറഞ്ഞിരുന്നു. ആരും ഇതുവരെ പുട്ടും ചെമ്മീൻ കറിയുമുള്ള കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷിനാജും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ വന്നിട്ടാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത്. ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും, അതായത് എൻ്റെ വീട്ടിൽ വന്നാൽ, എൻ്റെ നാട്ടിൽ വന്നാൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഉച്ചക്ക് പുറത്തുനിന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉമ്മ എന്നെ ചീത്തയായിരുന്നു കേട്ടോ. ആകെ നീ 2 ദിവസത്തിനാണ് വന്നത്, എന്നിട്ട് നീ പുറത്ത് പോയി കഴിക്കുവാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഷിനാജിന് ഇവിടുത്തെ ഫിഷ് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അന്നത്തെ ദിവസം ബിരിയാണിയുടെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, മീൽസും ചട്ടിച്ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫിഷ് ബിരിയാണി കിട്ടാത്തതിൻ്റെ സങ്കടം ഞങ്ങൾ അടിപൊളി ഒരു കരിമീൻ പൊള്ളിച്ചത് വാങ്ങി കഴിച്ചങ്ങ് തീർത്ത് എന്നിട്ട് നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ആരും ഇല്ലായിരുന്നു അവിടെ, കാരണം ഉച്ച സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. തിരമാല വന്നിട്ട് ഇതേപോലെ പതപത പോലെ ഇങ്ങനെ പറന്ന് പോകുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു കഫേ കൽബ് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അതിൽ കാണിക്കുന്ന ആ ഒരു കഫേയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ കാറ്റാടിയുടെ അങ്ങോട്ടാണ് വന്നത്. അവിടെ നിന്ന് ഒരു ഫ്രഷ് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് ഈ ഒരു ജാർ കേക്ക് പോലത്തെ ഒരു ഐറ്റം വാങ്ങിച്ച് പിന്നെ ഒരു കുഞ്ഞി പാത്രത്തിലെ പുഡിങ് വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ച് അങ്ങനെ ബീച്ചിൽ കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ 4 മണിയായപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഷോപ്പിലേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു ഫോൺ വാങ്ങിച്ച്, ഇതെനിക്കല്ല എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. പൊതുവേ നമ്മൾ പെൺപിള്ളേർ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ആദ്യം നമ്മുടെ ഉമ്മാമാരെയല്ലേ വിളിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ കൂടുതലും ഞങ്ങൾ വിളിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും തമ്മിൽ റെസിപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്, അതായത് എൻ്റെ അടുത്തോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കറി എങ്ങനെയാണ് അതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മിക്കവാറും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് എൻ്റെ ഉമ്മാക്ക് ഫോണില്ല കേട്ടോ. ഉണ്ടായിരുന്ന ഫോൺ ഡിസ്പ്ലേ ഒക്കെ അടിച്ച് പോയിട്ട് ഒന്നെങ്കിൽ ഞാൻ വാപ്പിയുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അതും അവർ വീട്ടിലുള്ള സമയത്തേ പറ്റത്തുള്ളായിരുന്നു. അവരാണുങ്ങളല്ലേ, എപ്പോഴും വീട്ടിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ചിലപ്പോൾ അവരുണ്ടാകുന്ന സമയത്ത് എനിക്ക് വിളിക്കാനും പറ്റാറില്ല. അപ്പം എന്നാൽ കഴിയുന്ന വിധം എൻ്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞു ഫോൺ ഞാൻ എൻ്റെ ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും ഞാൻ ഹാപ്പി, ഉമ്മായും ഡബിൾ ഹാപ്പി.